ഹായ്, ഞാൻ ഡോക്ടർ അനു കെ വാസു. ഞാൻ കുട്ടികളുടെ ഗ്യാസ്ട്രോ ഹെപ്പറ്റോളജി ആൻഡ് ലിവർ ട്രാൻസ്പ്ലാന്റ് കൺസൾട്ടൻറ്റ് ഡോക്ടറാണ്. കിംസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. കുട്ടികളുടെ ലിവർ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആദ്യമായി ആരംഭിച്ചത് 1963 സർ തോമസ് ടാൾസൽ എന്ന സർജനാണ് ഫസ്റ്റ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി ചെയ്തത്. അതിനുശേഷം 1995 നമ്മൾ ഇന്ത്യയിൽ ട്രാൻസ്പ്ലാന്റേഷൻ പ്രോഗ്രാം ആരംഭിച്ചത്. നമ്മൾ ലാസ്റ്റ് 10 മുതൽ 20 വർഷത്തെ ഡേറ്റ നോക്കിയാൽ കുഞ്ഞുങ്ങളിൽ വളരെ വിജയകരമായി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനാർഹമായ ഒരു നേട്ടമാണ്. എന്തിനാണ് കുഞ്ഞുങ്ങളിൽ ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യമായി വരുന്നത്, അല്ലെങ്കിൽ എന്താണ് ലിവറിന്റെ ഇമ്പോർട്ടൻസ്? ലിവർ നമ്മുടെ ശരീരത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഒരു സോളിഡ് ഓർഗനാണ് ലിവർ. നമ്മുടെ ശരീരത്തിൽ ജീവൻ നിലനിർത്താൻ ആവശ്യമായ 500-ൽ പരം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ലിവറിലാണ് നടക്കുന്നത്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ദഹനത്തിന് ആവശ്യമായതും മറ്റു പല ആവശ്യങ്ങൾക്കുള്ള പ്രോട്ടീൻസ് മെയിനായിട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിവറിനുള്ളിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ടോക്സിക് ആയിട്ടുള്ള ധാരാളം കെമിക്കൽ ഡീടോക്സിഫൈ ചെയ്യുന്നതും ലിവറിനുള്ളിൽ വെച്ചിട്ടാണ്. ഇങ്ങനെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ചെയ്യുന്ന ലിവർ ഫെയിലറിൽ പോകുമ്പോൾ മരണത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കരൾമാറ്റ ശസ്ത്രക്രിയ അല്ലെങ്കിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി ചെയ്യുന്നത്. കുട്ടികളിൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യമായി വരുന്ന ഒരു കണ്ടീഷനാണ് ബിലിയറി അട്രീഷ്യ എന്ന് പറയുന്നത്. ഒരു 50 to 60% ഓഫ് ടൈംസ് നമുക്ക് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യമായി വരുന്നത് ഈ ഒരു ബിലിയറി അട്രീഷ്യ എന്ന് പറയുന്ന കണ്ടീഷന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ മറ്റ് ജന്മനാ ഉള്ള കണ്ടീഷനുകൾക്കാണ് കുട്ടികൾ കൂടുതലായി നമുക്ക് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യമായി വരുന്നത്. പീഫിക്, വിൽസൺ ഡിസീസ് അല്ലെങ്കിൽ ടൈറോസിനീമിയ, അലജിൽസ് ഡിസീസ്, യൂറിയ സൈക്കിൾ ഡിസോർഡർ, ഇതെല്ലാം അതിന് ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. എന്നാൽ ലിവറിന് അസുഖമുള്ള എല്ലാ കുട്ടികൾക്കും ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യമാണോ? തീർച്ചയായും ഇല്ല. നമുക്ക് മെഡിസിൻ കൊണ്ട് തന്നെ ധാരാളം ലിവർ ഡിസീസ് ട്രീറ്റ് ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കും. അതിന് ഉദാഹരണങ്ങളാണ് ഓട്ടോ ഇമ്മ്യൂൺ ലിവർ ഡിസീസ്, വിൽസൺസ് ഡിസീസ്, ചില ഫോംസ് ഓഫ് പീഫിക് എന്ന് പറയുന്ന അസുഖം, ടൈറോസിനീമിയ, അങ്ങനെ പല കണ്ടീഷൻസും നമുക്ക് മെഡിസിൻ വെച്ച് ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ എപ്പോഴാണ് കുട്ടികളിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യമായി വരുന്നത്? മെഡിസിൻ കൊണ്ട് ട്രീറ്റ് ചെയ്തതിന് ശേഷവും ലിവർ ഡിസീസ് കോംപ്ലിക്കേഷനിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യമായി വരുന്നത്. എന്തൊക്കെയാണ് ആ കോംപ്ലിക്കേഷൻസ്? തുടരെ ബ്ലീഡിങ് ഉണ്ടാവുക, അല്ലെങ്കിൽ ബ്ലഡ് ഛർദ്ദിക്കുന്ന ഒരു അവസ്ഥ വരിക, മോഷൻ എപ്പോഴും ബ്ലാക്ക് കളറിൽ പോയിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ശരീരം മുഴുവൻ നീര് വന്നിട്ട് കിടക്കേണ്ട ഒരു അവസ്ഥ വരിക, അല്ലെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയാതെ വരിക, എണീറ്റ് നടക്കാൻ കഴിയാതെ വരിക എന്നൊരവസ്ഥ വരിക, കുട്ടികളുടെ വളർച്ച മുരടിച്ചു പോവുക, അല്ലെങ്കിൽ ലിവർ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ലിവർ ഫെയിലിയർ കൊണ്ട് മറ്റ് ശരീര അവയവങ്ങളെ അത് ബാധിക്കുക. ഉദാഹരണത്തിന് ബ്രെയിനിൽ ബാധിപ്പ് വരാം, ഇല്ലെങ്കിൽ കിഡ്നിയിൽ പ്രശ്നങ്ങൾ വരാം. ഇത് ലങ്സിനെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓക്സിജൻ സാച്ചുറേഷൻ കുറഞ്ഞു വരാം. ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസിലേക്കെല്ലാം പോകുമ്പോഴാണ് ലിവർ ഡിസീസിൽ ഉള്ളപ്പോൾ നമുക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യമായി വരുന്നത്. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് ഒരു മേജർ സർജറിയാണ്. അത് നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള സ്ട്രെസ് റെസ്പോൺസുകൾ ഉണ്ടാക്കുന്ന ഒരു സർജറിയാണ്. അപ്പോൾ ലിവർ ഡിസീസ് കോംപ്ലിക്കേഷനിലേക്ക് പോയതിനു ശേഷം നമ്മൾ കുറെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരം വളരെയധികം വീക്ക് ആവുകയും, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റിസ്ക് ലിവർ ഡിസീസിനാൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ഏർലി ആയിട്ട് കണ്ടുപിടിച്ച് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിനേക്കാളും വളരെയധികം കൂടുതലാണ്. അതിനാൽ ലിവർ ഡിസീസ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ തന്നെ നമ്മൾ ലിവർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിനെ റെഫർ ചെയ്യേണ്ടതാണ്. താങ്ക് യു.